കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. കറി വിളമ്പട്ട കോരി വെക്കട്ടെ കോരി വിളമ്പ് അങ്ങനെ അവിടെ പോയി കിടക്കണം. ഇതിപ്പോ ആരുണ്ടാക്കി വെച്ചിട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കേണ്ട അവസ്ഥയല്ല. അല്ല അണ്ണനെ നോക്കാൻ പോയ കേശുവിനെയും കാണാനില്ലല്ലേ? ഇത് അങ്ങനെ ഇവിടെ പോയിരിക്കണേ. എടേ അയാൾ വയ്യാതെ നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാ വിളിച്ചോണ്ട് അയാളെ കൊണ്ട് വന്നത് ഇവിടെ? എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ല അണ്ണാ, ഞാൻ അറിഞ്ഞില്ല. തങ്ക ചേച്ചി നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ? അപ്പൊ നിന്നെ നേരെ ഇരുന്ന് അയാൾ നിർത്തിക്കൂടായിരുന്ന? എന്തിനാ ഞാൻ വിളിച്ചോണ്ടിരുന്നത്? അത് തങ്ക ചേച്ചി വിളിച്ചു അത് ശരി തന്നെ. പക്ഷേ ഈ നേരത്തെ വന്നേരം പക്ഷേ എന്നെ ഇങ്ങനെ കള്ളി പിടിച്ചോണ്ടിരിക്കില്ലേ, എന്നെ കൂടെ കൊണ്ടുപോടെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ? ഇവിടെ അടുത്ത് അങ്ങനെ കറങ്ങാനെങ്കിലും പോയതായിരിക്കും. ഇവിടെ എവിടെ പോവാൻ? എല്ലായിടത്തും നോക്കി, ജംഗ്ഷനിൽ നോക്കി, ചായക്കട നോക്കി, ഒന്നും കാണാനില്ല. ഇയാൾ ഇവിടെ പോയത് ബാസ്യങ്ങളുടെ വീട്ടിൽ പോയി കാണുമോ? ഏയ് ബാസ്യങ്ങളുടെ വീട്ടിലൊന്നും പോയൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ വയ്യാണ്ടിരിക്കുമ്പോൾ അവിടം വരെ അണ്ണനും പോവാൻ സാധ്യത കുറവാണ്. മൊത്തം കലക്കി കോരെ എണ്ണ മൊത്തം പുറത്ത് മുകളിൽ തെളിഞ്ഞിരിക്കല്ലേ? അതൊരു സൈഡിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് എണ്ണ അങ്ങോട്ട് പോട്ടെ. അതുമല്ല ഈ സുഖലായ ശേഷം അടിയൊന്നുമില്ല, പേടിയാണ്. അല്ല അപ്പൊ നിങ്ങളൊന്നും കഴിച്ചില്ലേ? എവിടെ അങ്ങനെ നോക്കിയിരിക്കല്ലേ, പിന്നെ ആര് കഴിക്കുന്നത്? നീ എന്ത് ചോദിച്ചു? നമ്മള് കഴിച്ചെന്നാ അതിനു വേണ്ടിട്ടാണ് ഓടി വന്നേ. ഏച്ചി പോടി ഇവിടുന്ന്. ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി അപ്പൂപ്പനെ കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്. ഉപ്പനാണെങ്കിൽ മീൻതല ഭയങ്കര ഇഷ്ടമല്ലേ? ബാക്കി ഇറച്ചിയൊന്നും അത്ര കാര്യമില്ല. മീൻതല എന്ന് പറഞ്ഞ ജീവനാണ്. പണ്ട് ആരിനാട് പോകുമ്പോഴേ എന്നെ വിളിച്ചോണ്ട് അങ്ങനെ നേരെ നമ്മളെവിടെ വിഴിഞ്ഞത്ത് പോയി വലിയ തല വാങ്ങിച്ചോണ്ട് ആറ്റിന്റെ കര വെച്ച് അടുപ്പൊക്കെ കൂട്ടി നമ്മൾ എൻ്റെ കൂടെ വയ്ക്കുമായിരുന്നു. ആ മനുഷ്യരാണ് എവിടെ പോയി കിടക്കണം, ഒരു പിടുത്തം വരും. നമുക്കാണെങ്കിൽ കഴിക്കാൻ തോന്നുന്നില്ല. ഇതിപ്പോ എവിടെ പോയി കിടക്കുന്നത്? കറക്കത്തിന്റെ കാര്യത്തിനെ പറയണ്ട. ചുമ്മാ ഇങ്ങനെ തേരാപ്പാര നടന്ന് ശീലിച്ചു പോയി. അണ്ണനും തമ്പിയും ഒക്കെ കണക്ക് തന്നെ. ഇതിപ്പം പടവലത്തൂടെ വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അവിടെ പോയി എന്താവുമെന്തോ. മക്കളെ നിങ്ങൾക്ക് വിശക്കണ നിങ്ങളെടുത്ത് കഴിഞ്ഞു. അതെങ്ങനെയാ കുട്ടുവാമ? നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നല്ലേ കഴിക്കാറ്. എന്തായാലും ഇപ്പൊ ഇത്ര നേരം കാത്തില്ലേ, കുറച്ചുകൂടെ കാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമല്ലേ? ഇനി വരട്ടെ, ഞാൻ നിർത്തി കൊടുക്കാം ഇയാളെ കറക്കാം. വരുമ്പോ ഒന്നും പറയാനൊന്നും നിൽക്കട്ടെ. ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ നമ്മളിങ്ങനെയൊക്കെ. ചേട്ടത്തി ഒരൊറ്റ ഓരോരുത്തരാണ് അങ്ങനെ ഇങ്ങനെ കൂടെ നടന്ന് കൊണ്ടു കടന്ന് ഇല്ലാതാക്കണം. എന്റെ വായി പറഞ്ഞ പോലെ വിളിച്ചു പറയാം കേട്ടാ. അത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. വായി പറഞ്ഞാൽ വിളിച്ചു പറയാൻ നിനക്ക് ആരാ ലൈസൻസ് ഉണ്ടല്ലോ, അങ്ങ് പറയാമല്ലോ. നിങ്ങളത് ചുമ്മാ ഇരിക്കുമോ? ഇത് എന്തോന്നാണ്? ഒരാള് വരണ കാത്തു കഴിക്കാനും പറ്റൂല. മുരളി, നീ അത്യാവശ്യമായിട്ട് ആ പാറമടയിൽ അവിടുത്തെ ഷെഡിൻ്റെ അതുവരെ പറഞ്ഞേ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇല്ല അങ്ങനത്തെ പ്രശ്നമില്ല. നീ വാ. പിന്നെ നീ ഇങ്ങോട്ട് പറഞ്ഞ ആരും വിളിച്ച് പറയല്ലേ കേട്ടോ. നീ ഇങ്ങോട്ട് വാ. നീ വരുമ്പോഴേ ബാലുവിൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തുമ്പോഴേ അവിടെ ആരെ കണ്ടാലും പറയല്ലേ ഞാൻ വിളിച്ചിട്ടാണ് നീ പറഞ്ഞത്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ അവിടെ വിളിക്കണം മുരളി. ആ മുരളി